യേശുവിന്റെ തിരുഹൃദയ തിരുനാൾ ദിനത്തിൽ ധ്യാന വിഷയമാക്കേണ്ട ഒന്നാണ് കുരിശിൽ കുത്തിത്തുറക്കപ്പെട്ട തന്റെ ഹൃദയത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ക്രിസ്തു തന്നെ നൽകിയ വെളിപാടുകൾ. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭയുടെ വേദപാരംഗതയായിരുന്ന CNIയിലെ വിശുദ്ധ കാതറിന് യേശു തന്റെ ഹൃദയം പിളർക്കപ്പെട്ട നിഗൂഢമായ സംഭവത്തെപ്പറ്റി വെളിപ്പെടുത്തുകയുണ്ടായി. വിശുദ്ധ കാതറിൻ കർത്താവിനോട് ചോദിച്ചു, മാധുര്യമേറിയ കളങ്കമില്ലാത്ത കുഞ്ഞാടി, നിന്റെ പാർശ്വം തുറക്കപ്പെട്ടപ്പോഴേക്കും നീ മരിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ എന്തിനാണ് അങ്ങയുടെ ഹൃദയത്തെ ഇത്രയധികം മുറിവേൽപ്പിക്കാനും കുത്തിത്തുറക്കാനും അനുവദിച്ചത്? യേശു അവളോട് മറുപടി പറഞ്ഞു, മനുഷ്യരാശിയോടുള്ള എന്റെ കരുതൽ അനന്തമായിരുന്നു. കഷ്ടപ്പാടുകളുടെയും പീഡനങ്ങളുടെയും സമയം മരണത്തിൽ അവസാനിച്ചു. എങ്കിലും എന്റെ സ്നേഹം അനന്തമായതിനാൽ കുരിശിലെ താൽക്കാലിക കഷ്ടപ്പാടുകൾക്ക് ശേഷവും ഞാൻ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് പ്രകടിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് എന്റെ ഹൃദയത്തിന്റെ രഹസ്യം നിങ്ങളോട് വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചത്. അത് തുറന്നു കാണുന്നതിന് നിങ്ങളെ അനുവദിച്ചുകൊണ്ട് കുരിശിൽ അവസാനിച്ച കഷ്ടപ്പാടിലൂടെ എനിക്ക് തെളിയിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് ഞാൻ തുറന്നു കാട്ടിയത്. വീണ്ടും 300-ലധികം വർഷങ്ങൾക്ക് ശേഷം യേശു വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് തന്റെ തിരുഹൃദയം ചൂണ്ടിക്കാട്ടി ഇപ്രകാരം പറഞ്ഞു, മനുഷ്യരെ അങ്ങേയറ്റം സ്നേഹിക്കുകയും അവരോടുള്ള സ്നേഹം വെളിപ്പെടുത്താൻ സ്വയം എരിയുകയും ഉരുകിത്തീരുകയും ചെയ്യുന്ന എന്റെ ഹൃദയം ഇതാ. എന്നാൽ അവരിൽ മിക്കവരിൽ നിന്നും പകരമായി എന്റെ ഹൃദയത്തിന് ലഭിക്കുന്നത് അനാദരവും ദൈവനിന്ദയും നന്ദികേടും സ്നേഹത്തിന്റെ കൂദാശയിൽ അവർ എന്നോട് കാണിക്കുന്ന അവഹേളനയും നിസ്സംഗതയും മാത്രമാണ്. എന്നാൽ എന്നെ ഏറ്റവും വേദനിപ്പിക്കുന്നത് എനിക്ക് സമർപ്പിക്കപ്പെട്ടവരിൽ പോലും പലരും എന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്നതാണ്. അതിനാൽ ദിവ്യകാരുണ്യ തിരുനാൾ ആചരിക്കുന്ന ആഴ്ചയ്ക്ക് ശേഷമുള്ള ആദ്യ വെള്ളിയാഴ്ച എന്റെ ഹൃദയത്തെ ബഹുമാനിക്കുന്നതിനായി പ്രത്യേക തിരുനാൾ ആഘോഷിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. അന്നേ ദിവസം എന്റെ ഹൃദയത്തിനെതിരായി അരങ്ങേറിയിട്ടുള്ള എല്ലാ നിന്ദനങ്ങൾക്കും പ്രത്യേകമാംവിധം ക്ഷമ ചോദിക്കുകയും അൾത്താരയിൽ എന്റെ ഹൃദയത്തിനെതിരെ മനുഷ്യർ കാട്ടിയിട്ടുള്ള അനാദരവുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യുകയും വേണം. എന്റെ തിരുഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ മേൽ എന്റെ ദിവ്യസ്നേഹത്തിന്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി ചൊരിയപ്പെടും. അങ്ങനെ കുരിശിലെ രക്ഷയോടുള്ള മനുഷ്യന്റെ അവഗണനയ്ക്കുള്ള അനുതാപവും പ്രായശ്ചിത്തവും എന്നവണ്ണം തിരുഹൃദയ തിരുനാൾ സഭയിൽ ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടുന്നു.